ഹായ് ഓൾ. അങ്ങനെ കുറെ നാളിന് ശേഷം ഞാൻ എൻ്റെ ആഗ്രഹം നിറവേറാൻ പോവാണ്. നേപ്പാളിൽ പോവാൻ വേണ്ടി 3 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ അവിടെ എത്തി. ഇപ്രാവശ്യം എൻ്റെ പാർട്ട്ണറായിട്ട് വന്ന അലീന ആൻഡ് ഷെഫിക്ക് കണ്ണൂരും ട്രിവാൻഡ്രം ആണ്. അങ്ങനെ നമ്മള് ഒരു ഏകദേശം 11-12 മണിയോടെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരാൾ പിടിച്ചത് ടാക്സിക്കാരനിട്ടാ. അപ്പോൾ ബോർഡറിലേക്ക് പോവാന് 2000 രൂപ പറഞ്ഞ് നമ്മളൊക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സൊണാലി ബോർഡറിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ലുമ്മിനി പോയിട്ട് റൂം എടുത്ത് ഫ്രഷ് ആവാ. പൈസ കമ്മിയാക്കാന്ന് വെച്ചിട്ടാണ് 3rd ക്ലാസ് എടുത്തത്. സത്യം പറഞ്ഞ 3rd ഏത് സ്ലീപ്പർ ഏതെന്ന് പോലും അറിയുന്നില്ല. പുള്ളിയാണ് നമ്മൾ ഡ്രൈവർ. നമ്മളവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പുള്ളി നമ്മളെ കയ്യോടെ നമ്മൾ പോവാണ്. കാറ് നമ്മൾ വിചാരിച്ചത്ര വലുതായിരുന്നില്ല കേട്ടാ. ഷെഫീഖിൻ്റെയും അലീനാനും ബാഗ് വെക്കുമ്പോൾ ഡിക്ക് ഫുള്ളായി. നമ്മളെല്ലാവർക്കും നല്ല വിഷമിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ചുമയുണ്ടായിന്. എത്ര മരുന്ന് കുടിച്ചിട്ട് ചുമ കുറയുന്നില്ല. എനിക്ക് ട്രിപ്പ് ഞാനായിട്ട് ഫ്ലോപ്പ് ആക്കുന്ന നല്ല ഡൗട്ട് എനിക്കുണ്ട്. മരുന്ന് വാങ്ങിക്കാൻ പോകുന്ന വഴിക്ക് ഞാൻ മെഡിക്കലിൽ കയറിയിട്ടാ. മെഡിക്കലിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലത്തെ പോലത്തെ നല്ലൊന്നും മരുന്നൊന്നും ഇല്ല. കുറെ മെഡിക്കലിൽ കയറി അത് കാണിച്ചത് ഇപ്പോഴത്തെ മെഡിക്കല്. അതൊക്കെയാണ് ഇവിടുത്തെ മെഡിക്കല്. ഡ്രൈവറിനോട് നല്ല ഫുഡ് എവിടെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവർ കൊണ്ടുവന്ന ഹോട്ടലാണ്. കഴിച്ചിട്ട് വേണം നല്ല ഫുഡ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ ബ്രഞ്ച് കഴിച്ച് പനീർ മസാല, മുട്ട ബുർജി, പിന്നെ നാന് എല്ലാം കൂടി നമുക്കൊരു 600 രൂപ ആ ഒരു പൈസ നമുക്ക് ആയിട്ടുള്ളൂ. 4 പേർക്കുള്ള ഫുഡ് ഇട്ടാ. എല്ലാ ട്രാവലേഴ്സും നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ചിട്ട് പട്ടിണി കറന്നിട്ട് പോകാനായിരിക്കും പഠിച്ചുന്നത്. പക്ഷെ ഞാൻ കംഫർട്ടായിട്ട് യാത്ര എങ്ങനെ ചെയ്യാം, അതായത് ഓക്കെ ട്രിപ്പ്, അതായത് ചീപ്പും അല്ല പ്രീമിയം അല്ലാത്ത രീതിയിൽ നമുക്ക് ഈ യാത്ര മുന്നോട്ട് പോവാം. സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന ഇടയിൽ ഫുഡിന്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടാ. അലീനാക്ക് വിഷന്നിട്ട് ഛർദിയെല്ലാം വന്നിട്ട് തലകറങ്ങിയ സീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഹോട്ടലിന് മുമ്പായിട്ട് അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. ബോർഡറിലെത്തിയിട്ടാ. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ബോർഡർ നിർത്തിയിട്ടുണ്ട്. ആധാർ കാർഡ് എടുത്ത് സെറ്റായി നിർത്തിയിട്ടുണ്ട്. പൈസ ഒക്കെ മാറണം. ഇനി കാണുന്നത് ബോർഡറിന്റെ അപ്പുറമുള്ള കാഴ്ചകളാണ്. ഇതാ നമ്മുടെ അലീന ക്ഷീണിച്ചിരിക്കാണ്. അവിടെ നമുക്ക് ആള് വന്ന് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ പോവാം. നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നു. കൊറേ നാളത്തെ ആഗ്രഹിച്ച സ്ഥലത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെ ഇതാ ഡ്രീം യാത്രയിലേക്ക് എത്തി. നേപ്പാളിലേക്ക് എത്തി. ആ കാണാനാണ് നേപ്പാൾ ബോർഡർ. ഇനി നേപ്പാൾ കാഴ്ചകളായിരിക്കും. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. സിം എടുക്കാൻ വേണ്ടിട്ട് വന്ന് 350 രൂപക്ക് അൺലിമിറ്റഡ് കോളും 8 GB ആന്ന് വരുന്നത്. വേറെ പാക്കേജ് ഇല്ല. വേറെ പാക്കേജ് ഉണ്ടോ? ആരോളാ ഷെഫീഖിന് ഭയങ്കര ആഗ്രഹം ഇടുന്നൊരു പെണ്ണിനെ സെറ്റാക്കാൻ നല്ല പ്ലാനിലാണ് വന്നിട്ടുള്ളത്. സെറ്റാവട്ടെ. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഒന്ന് സിം എടുക്കാം. അത് കുറച്ചും കൂടി ബെറ്റർ നമസ്തേ ആയിരിക്കും. എന്നാലും മറ്റുള്ളവർ പറഞ്ഞുള്ള ഒരു അറിവ്. പിന്നെ പൈസ മാറാം. ഇന്ത്യൻ റുപ്പി നേപ്പാളിലേക്ക് മാറാം. പൈസ മാറാനിതാ ഇവിടെ കുറേ കൗണ്ടർ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എഴുതാൻ നോക്കിയിട്ട് അത് ചെയ്യാം. എല്ലായിടത്തും തട്ടിപ്പ് ഒരേപോലെ തന്നെ കേട്ടാ. ഞാൻ 4 ഷോപ്പിൽ കയറി പിന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തത്. നമ്മൾ ഏകദേശം 4 പേർക്ക് കൂടിയിട്ട് 50,000 രൂപ മാറ്റിയിട്ട് 78,000 രൂപയാണ് നമുക്ക് കിട്ടിയത്. ലുമ്മിനിക്ക് പോവാണ്. നമ്മളെ റൂം എടുത്തിട്ടുള്ളത് ലുമ്മിനിയിലാണ്. പോകുന്ന വഴി എന്ന് പറയുന്നത് അതിമനോഹരമായ വഴിയാണ്. പക്ഷെ എന്ത് പറയേണ്ടത്, ചൂടുണ്ട്. അത് റൂമിൽ പോയിട്ട് ഫ്രഷ് ആവാം. പാനെല്ലാം അലക്കിയിട്ടിട്ട് കാര്യം. ഷെഫിക്ക് പറയുന്നത് ഇത് മാത്രമല്ല, ഇനിയും കുറെ കാഴ്ചകൾ കാണാനുണ്ടെന്നാണ്.
അവന് ഇതിന് മുമ്പ് ഒരു 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഷെഫീക്ക് 4 പ്രാവശ്യം സ്വപ്നത്തിൽ വന്ന് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ് ഈ കാഴ്ചകളൊന്നും അല്ല, ഇനിയും ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട്. നമ്മളെ ഹോട്ടലിന്റെ ബാക്ക് സൈഡ് നിർത്തിയിട്ടുണ്ട്. ഹോട്ടലിന്റെ മുന്നിലേ കൂടി നടക്കാണ്. ഇതിലും കിട്ടി. നമ്മള് ഫസ്റ്റ് ലുമിനിയിൽ എടുത്ത റൂമാണ്. ഓൺലൈനിലാണ് റൂം ബുക്ക് ചെയ്തത്. ഓൺലൈനിൽ എനിക്ക് തോന്നുന്നു കുറവിന് റൂമുണ്ട്. ഞങ്ങളിത് എടുത്തത് 1300 വിത്തൗട്ട് ഫുഡാണ്. ഫുഡ് ഇവിടെ തന്നെ ഉണ്ട്. ഫുഡിനും അതേപോലെ 10% ഓഫറെല്ലാം ഇട്ടിട്ടുണ്ട്. രാവിലെ നല്ല പൂരിയും കറിയെല്ലാം, പൂരിയും വെജിറ്റബിൾ കറിയെല്ലാം കഴിച്ച് പുറത്ത് ചെറിയൊരു വ്യൂ ഉണ്ട്. ഇതാണ് പുറത്തത്തെ ചെറിയൊരു വ്യൂ. നമ്മളിവിടെ ചെക്കൗട്ട് ആയിട്ട് പോവാൻ വേണ്ടി നിൽക്കാണ്. നൈറ്റ് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നത് തൊട്ടടുത്ത് തന്നെ, റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഹോട്ടലിന്റെ പേര് ഹോട്ടൽ അശോക. ഹോട്ടലില് ആളുകളൊന്നും ഇല്ല. ഞങ്ങൾ അവിടെ നോക്കൂ, കുഞ്ഞു കുഞ്ഞു കുപ്പികൾ സൂപ്പ് നട്ട് കൊണ്ടുവന്ന്. ക്ലീറും അല്ല, നമ്മളെ നാട്ടിലത്തെ സൂപ്പ് തന്നെയാണ്. തൊണ്ടയ്ക്ക് സുഖമില്ലാത്തോണ്ട് ഒരു സൂപ്പൊക്കെ വാങ്ങിച്ചാന്ന്. അങ്ങനെ കുറേ സമയം കാത്തുനിന്ന് നമ്മളെ ഫുഡൊക്കെ വന്ന് ഏകദേശം ഒരു 2500ഓളം ബില്ലൊക്കെ ആയി. നേരെ ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോയിട്ട് നേരത്തെ കിടന്നുറങ്ങണം. നാളത്തെ പ്ലാന് പ്രകാരം ഒരു 8 മണിക്കാണ് റൂമിൽ ഇറങ്ങേണ്ടത്. അപ്പോൾ നേപ്പാൾ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.